ഹായ് എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നെ തീരെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോറിറ്റി തരുന്നില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പല കാരണങ്ങളെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഇത്തരത്തിൽ അവർ നമുക്ക് ഒരു പ്രയോറിറ്റി തരാത്തത് അല്ലെങ്കിൽ ഒരു പരിഗണന തരാത്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, ഇത്തരത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമുക്കൊരു പരിഗണന തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അവരെ വിട്ട് പോവില്ല എന്നൊരു തോന്നൽ അവരിലുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നത് കുറഞ്ഞു വരാം. അതായത് അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ അവരെ വിട്ട് പോവില്ല. ഇനിയിപ്പോൾ അവർ നിങ്ങൾ എത്ര ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും രണ്ടടി കിട്ടിയാലും നിങ്ങൾ അവരെ വിട്ട് പോവില്ല എന്നൊരു തോന്നൽ വ്യക്തിയിലുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ കുറേ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ സമയത്തൊക്കെ നിങ്ങൾ അവരുടെ പുറകെ പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. സോ ഇത്തരത്തിലൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും നമ്മൾ അവരെ വിട്ട് പോവില്ല എന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവോയ്ഡിങ് കൂടി വരാം. അതേപോലെ തന്നെ പ്രയോറിറ്റി തരുന്നതും കുറഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആവുന്നതാണ്. അതായത് ചില ആളുകൾക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്തൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അവൈലബിൾ ആയിരിക്കും. അതായത് പെട്ടെന്ന് തന്നെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക. ഇനിയിപ്പോൾ കോൾ വന്നു കഴിഞ്ഞാൽ എത്ര തിരക്കാണെങ്കിലും അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുക. ഇനിയിപ്പോൾ അപ്പം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ തിരിച്ച് വിളിക്കുക. ഇത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു രീതി വളരെ കൂടുതലായിരിക്കും. അതായത് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ അവർക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എത്ര തിരക്കാണെങ്കിലും അവർക്ക് വേണ്ടി അവൈലബിൾ ആവും എന്നൊരു തോന്നൽ ആ പേഴ്സണിൽ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന പരിഗണന കുറഞ്ഞു വരാം എന്നുള്ളതാണ്. അതായത് അവർ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഇനി ഒരു ദിവസം വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആൾ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ആളെടുക്കും, ഏത് രാത്രിയിലാണെങ്കിലും ആളെടുക്കും, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പം തന്നെ വിളിക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള തോന്നലുകൾ അവരുടെ മനസ്സിലേക്ക് വരാം എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ രീതിയിൽ പ്രയോറിറ്റിയും പരിഗണനയും കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണം, നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞിട്ട് അതില്ലാതാക്കുക, അതല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട നമുക്ക് പിന്നെ സംസാരിക്കാം, ഇത്തരത്തിൽ എപ്പോഴും നിങ്ങൾ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പോലും നിങ്ങൾ അതിന് സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എപ്പോഴും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ അവരുടെ മനസ്സിൽ തോന്നാനുള്ള സാധ്യത, അതായത് ഇവർക്ക് വേണ്ടി അത്ര സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇവർക്ക് റിലേഷൻഷിപ്പിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ വരാം എന്നുള്ളതാണ്. സോ ചിലപ്പോൾ നിങ്ങളുടെ തിരക്കുകൾ കാരണമായിരിക്കാം പറയുന്നത്, പക്ഷേ എപ്പോഴും ഇങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് എപ്പോഴും അവരിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം, കാണണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ എപ്പോഴും അതിന് തടസ്സം പറയാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പരിഗണന കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ നിങ്ങളോടുള്ള അവരുടെ അട്രാക്ഷനും ഇഷ്ടമൊക്കെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് എപ്പോഴും നിങ്ങൾ ഒരുപാട് സ്നേഹം അവരോട് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ കാണിക്കുക. ഇനി നിങ്ങൾക്ക് ഒരുപാട് കാണിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കുക, എപ്പോഴും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് ഇറിറ്റേറ്റിംഗ് ആയി മാറുമെന്നല്ലാതെ നമ്മളെ തിരിച്ച് സ്നേഹിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി അവരിൽ ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഒരുപാട് സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല, ഇമോഷൻസ് എപ്പോഴും ഓപ്പൺ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ സമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ചില ആളുകൾ സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെ പരാതികൾ ഒരുപാട് പറയുന്നുള്ളതാണ്. എന്നെ വിളിച്ചില്ല, എന്നോട് സംസാരിച്ചില്ല, കാണാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ പരാതികൾ എപ്പോഴും പറയുന്ന ഒരു ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രണയിക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആർക്കും അത്ര വലിയ ഇഷ്ടമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പരാതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്, ഇവളെ എപ്പോഴും ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും പരാതികളും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ സ്ത്രീകളെ കുറിച്ചല്ല, പുരുഷന്മാരെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. സോ എപ്പോഴും നിങ്ങൾ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതായത് റിലേഷൻഷിപ്പിലുള്ള കുറവുകളെ കുറിച്ച് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് വിട്ട് കളഞ്ഞേക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്ത് പരാതികൾ പറയുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നുള്ള രീതിയിൽ ആ പേഴ്സൻ്റെ അടുത്ത് അത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ കുറ്റപ്പെടുത്തലായിട്ടോ പരാതികളായിട്ടോ പറയാതിരിക്കുക. അതേപോലെ തന്നെ ഒരുപാട് സ്നേഹവും നിങ്ങൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു പ്രയോറിറ്റി ഒക്കെ നിങ്ങൾക്ക് തരുന്നത് കുറഞ്ഞു വരുന്നത്. അതേപോലെ പരിഗണന കുറയുന്നതും ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്.
സോ ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ രീതിയിൽ തന്നെ ആവും പോകുന്നുണ്ടാവുക. അതായത് നിങ്ങൾ അങ്ങോട്ട് കുറേ ചിലപ്പോൾ അവരുടെ പുറകെ ഇങ്ങനെ കുറേ പോകുന്നുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് തിരിച്ച് ആ ഒരു ഇഷ്ടം കാണുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എനിക്ക് തിരിച്ചത് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിധി വരെ കാരണക്കാരൻ നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിലാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അത് ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നുള്ളത്. സോ ഇതെന്തായാലും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്